ഇത് ഈ വിസർഡ്സ് ഓഫ് ദി ക്രെംലിൻ. നല്ല നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം സിനിമയെക്കുറിച്ചിട്ടാണ്. നമ്മളുടെ സങ്കല്പങ്ങളുടെ മറു ചോദ്യം എന്നുള്ള രീതിയിൽ. ഒരു വശത്ത് ലോകം മുഴുവൻ അറിയുന്ന വ്ളാഡിമിർ പുടിനെ പോലൊരു അതിശക്തനായിട്ടുള്ള ഭരണാധികാരി. മറുവശത്ത് അയാളെ അധികാര കസേരയിൽ ഇരുത്തുവാനും ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രത്യേക ചിന്താഗതിയെ മാറ്റി എഴുതുവാനും പിന്നിൽ പ്രവർത്തിച്ച ഒരു ബുദ്ധി കേന്ദ്രം. അതെ, ഇവർ തമ്മിലുള്ള ആ നിഗൂഢമായ ബന്ധത്തിൻ്റെ കഥയാണ് ഇത് ഈ വിസർഡ്സ് ഓഫ് ദി ക്രെംലിൻ എന്ന് പറയുന്ന പുതിയ പൊളിറ്റിക്കൽ ത്രില്ലർ പറയുന്നത്. ഒളിവിയർ ആസിയാസ് ആണ് ഈ സിനിമയുടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ജുലിയാന ഇതി എബോളി എഴുതിയ പ്രശസ്തമായിട്ടുള്ള ഫ്രഞ്ച് നോവലാണ് ഈ സിനിമയുടെ ആധാരം എന്ന് പറയാം. അല്ലെങ്കിൽ ഈ സിനിമ റഷ്യൻ രാഷ്ട്രീയത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെയും പുടിൻ്റെ ഉപദിനാശായിട്ടുള്ള വ്ളാഡിസ്ലോർ സുർക്കോവ് എന്ന് പറയുന്ന വ്യക്തിയെയും അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. സിനിമ തുടങ്ങുന്നത് തന്നെ 1990കളിലാണ്. അവിടെ തുടങ്ങുകയാണ് സിനിമയുടെ കഥാപശ്ചാത്തലം. അതായത് ഒരു ടി വി പിന്നെ അവതാരകനോട് തൻ്റെ ഭൂതകാലം പറയുന്ന വിധത്തിലാണ് സിനിമയുടെ ഒരു നരേഷൻ പോകുന്നത്. പോൾ ഡാനോ അവതരിപ്പിക്കുന്ന വാദിം ബരാദാവ് എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ കഥ മുന്നോട്ട് പോകുന്നത്. തുടക്കത്തിൽ വെറുമൊരു നാടകപ്രവർത്തനമായിട്ടുള്ള വാദിം പിന്നീട് റിയാലിറ്റി ടി വി ഷോകളിലൂടെ തന്ത്രങ്ങൾ മെനഞ്ഞ് മാധ്യമങ്ങളെ നിയന്ത്രിച്ച് പുടിനെ അധികാരത്തിലെത്തിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ആ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്.